ഞാൻ ഒരുപാട് പദ്ധതികളുണ്ട്, പറയുന്നില്ല, കുറച്ച് സസ്പെൻസ് നിലനിൽക്കട്ടെ. പക്ഷെ ഈ യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും, ഇത് ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വരവ് മാത്രമല്ല, കേരളത്തെ മാറ്റാൻ കൂടിയുള്ള വരവാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF-ന് വേണ്ടി കേരളം ഇനി പുറകോട്ട് നടക്കില്ല. കേരളം ഇനി മുന്നിലേക്ക് കുതിക്കും. വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു കേരളം ഉണ്ടാകും. ആ കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കും. ഇവിടെ അതൊന്നുമല്ല ചർച്ച. ഇവിടെ ചർച്ച വർഗീയതയാണ്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ നമുക്കറിയാം, സംഘപരിവാറിനെ അറിയാം. മനുഷ്യനെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ട അവർക്ക് സങ്കടം വരും. അപ്പൊ വിദ്വേഷ പ്രചരണം നടത്തും, തമ്മിലടിപ്പിക്കും, സംഘർഷം ഉണ്ടാക്കും. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും. സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെ കേരളത്തിലെ CPM സഞ്ചരിക്കുകയാണ്. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM ഇത്ര അധപ്പതിക്കുമെന്ന് ഞാൻ കരുതി. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഭയങ്കര ന്യൂനപക്ഷ പ്രേമമായിരുന്നു. പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷങ്ങൾ മനസ്സിലായി ഇത് കാപട്യമാണെന്ന്. അവർ വോട്ട് ചെയ്തില്ല. അപ്പൊ ഇലക്ഷൻ കഴിഞ്ഞപ്പോ നേരെ പ്ലേറ്റ് മാറ്റി ഡൽഹിയിൽ പോയി മലപ്പുറത്തിനെതിരായി വർഗീയതയുടെ തിരികത്തിച്ചു, ഭൂരിപക്ഷ വർഗീയതയുടെ. പിന്നെ കിങ്കരന്മാരുടെ വരവായി AK ബാലനും സജി ചെറിയാനും വിജയരാഘവനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി വർഗീയത പ്രസംഗിക്കുന്ന ആളുകളെ പിണറായി വിജയൻ പോയി പൊന്നാട എണീക്കും. അത് പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആണ്. വർഗീയത പറയുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ പൊന്നാട എണീച്ച് ആദരിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണ്. ഇവരെ കൊണ്ട് എല്ലാം വർഗീയത പറയിക്കുകയാണ് കേരളത്തിൽ. എന്താ സജി ചെറിയാൻ പറഞ്ഞത്? മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കാൻ. ഒരു മന്ത്രിയാണിത് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ അംഗം പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുകയാണ്. UDF-ലായിരുന്നെങ്കിൽ 24 മണിക്കൂറകം ചെവിക്ക് പിടിച്ച് പുറത്താക്കുമായിരുന്നു. ഇല്ലേ? നമ്മൾ പറയുന്നത് ഒരാളും ഇനി കേരളത്തിൽ വർഗീയത പറയണ്ട. ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും നമ്മൾ എതിർക്കും. ഏത് കൊല കൊമ്പൻ വന്ന് പറഞ്ഞാലും UDF-നെ എതിർക്കും. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴാണ് എല്ലാവരും ഒന്ന് പിടയ്ക്കുന്നത്. അപ്പോഴും നമ്മൾ അനങ്ങില്ല, അപ്പോഴും നമ്മൾ വെള്ളം ചേർക്കില്ല. ഇനി ചിലര് വരും നമ്മളെ പേടിപ്പിക്കാൻ. ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്, ഞങ്ങൾ അങ്ങ് ശരിയാക്കി കളയും. വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുത് എന്ന് നമ്മൾ തുറന്നു പറയും. എന്നോട് എല്ലാവരും ചോദിച്ചു, എന്തിനാ ഇത്ര കട്ടിക്ക് പറയണത്? ഉറപ്പാണ് എനിക്ക്, UDF-ന് ഉറപ്പാണ്, മതേതര കേരളം ഇരു കൈകളും നീട്ടി ഈ മതേതര നിലപാടിനെ സ്വീകരിക്കും. ഇല്ലേ? പിണറായി വിജയനും VD സതീശനും ഒക്കെ കുറച്ചു നാളത്തേക്ക് കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ ഓർമ്മയാവും. കുറച്ച് കഴിയുമ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ കേരളം ഉണ്ടാകും. നമ്മുടെ മക്കളും കൊച്ചുമക്കളും മത സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഈ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല, ഒരു കാരണവശാലും സമ്മതിക്കില്ല. ഞാൻ പറയുന്നു, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ നിലപാടിന് ജനങ്ങൾ അംഗീകാരം കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളം തലയെടുപ്പോടുകൂടി ഈ രാജ്യത്തിന്റെ മുന്നിൽ നിൽക്കും. ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ്, ഈ രാജ്യത്തിന് വേണമെങ്കിൽ ഞങ്ങളെ മാതൃകയാക്കാം. നമ്മൾ അതെല്ലാം വിട്ട് നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയുള്ള പ്രവർത്തനങ്ങൾ, നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, പണിമുടക്ക്, ദേശീയ പണിമുടക്ക്, കാരണങ്ങൾ കറക്റ്റാണ്. ആ കാരണങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ദേശീയ പണിമുടക്കുന്നവർ കേരളത്തിൽ മാത്രമേ ഹർത്താൽ. എന്ത്? തമിഴ്നാട്ടിൽ ചെന്നൈയില്ല, കർണാടകയിൽ ചെന്നൈയില്ല, ബോംബെയിലില്ല, ഇത് അനൗൺസ് ചെയ്ത ഡൽഹിയിലില്ല. എന്ത് മെസ്സേജാ കൊടുക്കുന്നത് കേരളത്തിൽ? ഞാൻ പറഞ്ഞു, കേരളം ചർച്ച ചെയ്യണം. 5 വർഷമായി കേരള ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ്, അഭിമാനത്തോടെ പറയുന്നു. ഒരു ഹർത്താലും ബന്ദ് നടത്തിയിട്ടില്ല. അമ്മ ജനങ്ങൾക്കിടെ അവകാശങ്ങളുടെ മീതെ സംഘടിതമായി കടന്നു കയറാൻ പാടില്ല. എന്ത് മെസ്സേജാണ് പോകുന്നത്? ഞാൻ ഒറ്റ ചോദ്യം, ഈ വിദേശത്ത് നിന്ന് ടൂറിസമാണല്ലോ, എന്താണ് ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം രാജ്യം. 1-2 കൊല്ലം കഠിനാധ്വാനം ചെയ്ത് അതിൽ നിന്ന് പണം മാറ്റി വെച്ചിട്ടാണ് വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുന്നത്. 1 കൊല്ലം മുമ്പ് അവർ ബുക്ക് ചെയ്യും ഹോട്ടലും സ്ഥലവും. ഇവിടെ വരുമ്പോൾ കൊച്ചി എയർപോർട്ടിൽ കേരളം കാണാൻ വേണ്ടി വരിക, ഇറങ്ങുമ്പോൾ പോകാൻ ടാക്സി പോലും ഇല്ല, ഭക്ഷണം പോലും ഇല്ല.
എന്തായിരിക്കും അവർ തിരിച്ചു എന്ന് കൊടുക്കാൻ പോകുന്ന മെസ്സേജ് കേരളത്തിനെ പറ്റി? ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ പോകുന്നവർക്ക്, ഇവിടെ സംരംഭങ്ങൾ തുടങ്ങാൻ പോകുന്നവർക്ക് എന്താണ് അവരുടെ മനസ്സിലെ ധാരണ? കേരളം മാറി എന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റണം. കാലഹരണപ്പെട്ട പരിപാടികളെ അറബിക്കടലിൽ എറിയണം. നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്. കൃത്യമായ ഡേറ്റ കളക്ട് ചെയ്തുള്ള സദ്ഭരണം. നിങ്ങൾക്ക് UDF ഓഫർ ചെയ്യുന്നത്, വാഗ്ദാനം നൽകുന്നത് ഗുഡ് ഗവേണൻസ് ആണ്, സദ്ഭരണമാണ്. ആ സദ്ഭരണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. ഈ CPM എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഞങ്ങൾ പയ്യന്നൂര് ചെന്നപ്പോൾ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ്. ഇപ്പൊ CPM-ന് രക്തസാക്ഷികൾ ഉണ്ടാകുന്നത് ലോട്ടറി അടിക്കുന്ന പോലെ, ബമ്പർ അപ്പൊ പിരിവ് തുടങ്ങാം, എന്നിട്ട് അത് അടിച്ചു മാറ്റുകയാണ്. അത് ചൂണ്ടിക്കാണിച്ച ആളെ പുറത്താക്കി, കട്ടവനെ അല്ല പുറത്താക്കിയത്, ചൂണ്ടിക്കാണിച്ച കുഞ്ഞികൃഷ്ണ പുറത്താക്കി. അപ്പൊ ഞങ്ങൾ അന്തം വിട്ടു. ശബരിമലയിലോ അയ്യപ്പന്റെ സ്വർണം കവർന്നെടുത്ത 3 CPM നേതാക്കന്മാർ ജയിലിലാണ്. സ്വർണം മാത്രമല്ല കവർന്നത്, അറിയോ? കോടതി പറഞ്ഞത് അറിയോ? ശ്രീകോവിലിന്റെ മുന്നിലുള്ള അതിമനോഹരമായ ദ്വാരപാലക ശില്പം സ്വർണം പൊതിഞ്ഞത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് ഒരു കോടീശ്വരന് വിറ്റു. എന്ന് ആലോചിച്ച്, കോടീശ്വരനെയും പറ്റിച്ച്. അയാൾക്കറിയില്ല ഇത് കള്ളമുതലാണെന്ന്. എന്നിട്ട് അവിടെ ഒരു വ്യാജൻ ഉണ്ടാക്കി, ചെമ്പിൽ അതുപോലെ തന്നെ. എന്നിട്ട് അതിലെന്തോ പൂശിയിട്ട് അവിടെ കൊണ്ടുവച്ചു. കോടതി പറഞ്ഞു 2019 ഇവർ കവർച്ച തുടങ്ങിയത് ആരും അറിഞ്ഞില്ല. സാധാരണ കള്ളന്മാര് കക്കാൻ തുടങ്ങി ആരും അറിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? വീണ്ടും കക്കും. 2024 കോടതി പറയാണ്, ഒരു പ്രാവശ്യം കട്ടത് പോരാഞ്ഞിട്ട് ഫേക്ക് അർജൻസി ഉണ്ടാക്കിയെന്ന വ്യാജമായ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കി ഇപ്പൊ പൂശണം. കോടതി പിടിച്ചു. ഞാൻ അയ്യപ്പനും മനസ്സിലായി അവന്മാർക്കെതിരായിട്ട് ഒരു നടപടിയില്ല. ദേ ഇപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി. പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ആർക്കാ? പിണറായി വിജയന്. അയ്യപ്പ എന്ന് പറഞ്ഞിട്ട് നടക്കുവാണ്. അപ്പൊ ഈ ഫ്ലക്സ് വെച്ച് കേരളം മുഴുവൻ. അയ്യപ്പനേക്കാൾ വലിയ പടമായിരുന്നു പിണറായി വിജയന്റെ. ദേ ഇപ്പോഴാണ് കണക്ക് അവതരിപ്പിച്ചത്. കണക്ക് അവതരിപ്പിച്ച കേട്ട് കേരളം ചിരിച്ച് മറിഞ്ഞ്. 600 പേരാണ് ആകെ പങ്കെടുത്തത്, 600 പേര്. പക്ഷേ പ്രഭാത ഭക്ഷണത്തിന് എഴുതിയിരിക്കുന്ന 3000 പേര്. ആകെ 600 പേരെ പങ്കെടുത്തിട്ടുള്ളൂ. ഉച്ചഭക്ഷണത്തിന് 4000 പേര്, അത്താഴത്തിന് 5000 പേര്. എല്ലാം അടിച്ചു മാറ്റുമായിരുന്നു. കിടക്ക വരെ അടിച്ചു മാറ്റി, എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി, പന്തല് എല്ലാം കോടികളാണ് അയ്യപ്പന്റെ പേരിൽ അടിച്ചു മാറ്റിയത്. അപ്പൊ ഞാൻ ഇവരോടൊക്കെ ഒരു തമാശ പറഞ്ഞു. കൊല്ലത്ത് CPM കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത് ഒരു ഫെസ്റ്റിവൽ നടത്തി. ഒരു കുതിരയെ കൊണ്ടുവന്നു ഫെസ്റ്റിവലിന്. ഇപ്പൊ കുതിരയെ കൊണ്ടുവന്ന വാഹനത്തിന്റെ പൈസ എഴുതി മേടിക്കണം വൗച്ചറിൽ. അപ്പൊ ആ വാഹനത്തിന്റെ നമ്പർ ഇവർ കൊടുത്തു, വാഹനത്തിന്റെ നമ്പർ. അപ്പൊ ഓഡിറ്റുകാര് ഈ കുതിരയെ കൊണ്ടുവന്ന വാഹനം ഏതാണെന്ന് നമ്പർ വെച്ച് ട്രാക്ക് ചെയ്തു. അപ്പൊ നോക്കിയപ്പോ ഒരു മാരുതി കാറേ. ചേട്ടാ, മാരുതി കാറിൽ കുതിര കൊണ്ടുവരാൻ പറ്റുമോ? മാരുതി കാറിൽ കുതിരയെ കൊണ്ടുവന്ന വിദ്വാന്മാരാണ്, ബിരുദന്മാരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഴുവൻ പൈസ അടിച്ചു മാറ്റിയത്. എന്തൊരു കള്ളത്തരമാണ്! അയ്യപ്പന്റെ വരെ അടിച്ച് സ്വർണം മാറ്റുകയാണ്. ഇതാണ് പരിപാടി. ഇപ്പൊ പ്രഖ്യാപനങ്ങളാണ്, ഭയങ്കര പ്രഖ്യാപനം. പൂച്ച പെറ്റടക്കുകയാണ് ഖജനാവിൽ. എന്നാലും പ്രഖ്യാപനത്തിന് ഒരു കുറവുമില്ല.